നമസ്കാരം പ്രിയപ്പെട്ടവർ. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഞാൻ യു കെയിലെത്തി. എന്തിനാണ് ഞാൻ ഇക്കുറി യു കെയിലെത്തിയതെന്ന് നിങ്ങൾ അറിയണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. കൗതുകമുണർത്തുന്ന ഒരു ഉത്തരവാദിത്വത്തോടെയാണ് ഞാൻ യു കെയിലേക്ക് വീണ്ടും എത്തിയത്. 2 ആഴ്ച ഞാൻ യു കെയിലുണ്ടാവും. പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ജൂലൈ മാസം 18-ാം തീയതി ബ്രിട്ടീഷ് മലയാളിയുടെ 12ാമത് അവാർഡ് നൈറ്റ് നടത്തിപ്പിന് നേതൃത്വം കൊടുക്കുകയാണ്. അസാധാരണമായ കലാവിരുന്നിൻ്റെ ഒരു ദിവസമായിരിക്കും അത്. നിങ്ങൾ യു കെയിലുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ആരെങ്കിലും യു കെയിലുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ലിങ്ക് അയച്ചു കൊടുക്കണം. അവരോട് നിങ്ങൾ പറഞ്ഞ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറയണം. കഴിഞ്ഞ തവണ സ്ഥലപരിമിതി ഒരു പ്രശ്നമായിരുന്നു പീറ്റർബറോയിൽ നടന്നപ്പോൾ. ഇക്കുറി അത്തരം എല്ലാ പിശകുകളും തിരുത്തിയാണ് വടക്കൻ യു കെയിലെ ലിങ്കൺ ഷെയറിലെ ഗ്രിംസ്ബി എന്ന് പറയുന്ന സ്ഥലത്ത് അവാർഡ് നൈറ്റ് നടത്തുന്നത്. ഏതാണ്ട് 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അത്യപൂർവ കലാവിരുന്നായിരിക്കും ഇക്കുറി ഒരുങ്ങുക. വിശിഷ്ടാതിഥികളായി നാട്ടിൽ നിന്നെത്തുന്നത് ഏതാണ്ട് 200ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടൻ നന്ദുവാണ്. ഒപ്പം ദൃശ്യത്തിൽ പോലും ചെറിയ റോൾ അഭിനയിച്ച രഞ്ജിനി ജോർജും അതിഥിയായി എത്തുന്നു. മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ, കേരളത്തിലെ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ രക്തസാക്ഷിയായി മാറിയ ഇസ്ലാമിക ഭീകരവാദികൾ കൈകാലുകൾ വെട്ടിമാറ്റിയിട്ടും കേരളത്തിലെ ഭീകരതയ്ക്കെതിരെയുള്ള ജീവിക്കുന്ന രക്തസാക്ഷിയായി ചരിത്ര ദൗത്യം ഏറ്റെടുത്ത് ലോകമെമ്പാടും ചുറ്റി സഞ്ചരിക്കുന്ന പഴയ തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ അധ്യാപകൻ പ്രൊഫസർ ടി.ജെ. ജോസഫും ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നു. ഈ സമയത്ത് ബ്രിട്ടനിൽ മറ്റേതെങ്കിലും വിശിഷ്ടാതിഥികളുണ്ടെങ്കിൽ അവരെ കൂടി അവസാന നിമിഷം ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. ഇക്കുറി ചില പ്രത്യേകതകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്കന്തോർപ്പിനും ഷെഫീൽഡിനും ഹള്ളിനുമൊക്കെ അടുത്തുള്ള ഈ ഗ്രിംസ്ബി എന്ന് പറയുന്ന ചെറിയ പട്ടണത്തിലെ ഈ ഹാൾ അതിവിശാലമാണ്. ഏതാണ്ട് 1500-ലധികം പേർക്ക് ഇരിക്കാൻ കഴിയുമെന്നതാണ്. 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഷോ ആയതുകൊണ്ട് വന്നും പോയും ഏതാണ്ട് 5000-ഓളം പേര് പ്രതീക്ഷിക്കുന്നു. എങ്കിലും സീറ്റ് നിർബന്ധമുള്ളവർക്ക് ഞങ്ങൾ ഏതാണ്ട് 150 സീറ്റ് VIP സീറ്റായി റിസർവ് ചെയ്തിട്ടുണ്ട്. മുൻഭാഗത്ത് പ്രത്യേകം വേർതിരിക്കുന്ന സീറ്റ് കിട്ടണമെങ്കിൽ 50 പൗണ്ട് കൊടുത്ത് ടിക്കറ്റ് എടുക്കണം. 50 പൗണ്ട് കൊടുത്ത് ടിക്കറ്റ് എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വാർത്തയുടെ ഡിസ്ക്രിപ്ഷൻ പേജിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. എന്നാൽ മഹാഭൂരിപക്ഷം സീറ്റുകളും ഏതാണ്ട് 1500ഓളം സീറ്റുകളും സൗജന്യമാണ്. അങ്ങനെ ബുക്ക് ചെയ്യേണ്ട സാഹചര്യമേ ഇല്ല. നിങ്ങൾക്ക് വരാം, ആസ്വദിക്കാം. 1 രൂപ പോലും ഫീസ് കൊടുക്കാതെ ഹാളിൽ നിങ്ങൾക്കെത്തി പരിപാടി കാണാം. യു കെയിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രധാനപ്പെട്ട ഡാൻസ് സ്കൂളുകളാണ് ഇക്കുറി നൃത്ത പരിപാടികൾ അവതരിപ്പിക്കുന്നത്. സിംഗിൾ ഡാൻസുകൾ ഈ പരിപാടിയുടെ ഭാഗമേ അല്ല. പ്രസിദ്ധരായ ഡാൻസ് സ്കൂളുകൾ നടത്തുന്ന ഗ്രൂപ്പ് ഡാൻസുകൾ, എല്ലാ തരത്തിലുള്ള ഡാൻസുകളും, ക്ലാസിക്കൽ ഡാൻസും സിനിമാറ്റിക് ഡാൻസും അടക്കം എല്ലാ തരം നൃത്തങ്ങളുമായിരിക്കും ഇതിൽ പ്രധാനപ്പെട്ടത്. പതിവ് പോലെ മിസ് കേരളയും മിസ്സിസ് കേരളയും ഉണ്ട്. 3 റൗണ്ടുകളായി ഈ മിസ് കേരളയും മിസ്സിസ് കേരളയും നടക്കും. ഇടവേളകളില്ലാതെ പരിപാടികളായിരിക്കും. സൗജന്യമായതുകൊണ്ട് തന്നെ കുറച്ചു നേരത്തേക്ക് വരികയും പോവുകയും ചെയ്യാനുള്ള അവസരം പോലും നിങ്ങൾക്കുണ്ടാവും. എന്ന് മാത്രമല്ല, കുടുംബസമേതം എത്താം. ഇവിടെ മുഴുവൻ സമയവും ഭക്ഷണ വിതരണം ഉണ്ടാവും. ഭക്ഷണം നിങ്ങൾ പണം കൊടുത്ത് വാങ്ങിക്കഴിക്കണം. ന്യായമായ വില ഉറപ്പാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ആ ഭക്ഷണം സൗജന്യമല്ല എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അത് പ്രത്യേകം അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, പ്രൊഫസർ ടി.ജെ. ജോസഫ്, മറുനാടൻ ഷാജൻ എന്നീ 3 പേർ നേതൃത്വം കൊടുക്കുന്ന സമകാലിക കേരളത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയോടെയായിരിക്കും പരിപാടി ആരംഭിക്കുന്നത്. രാവിലെ 10 മുതൽ 11 വരെ 1 മണിക്കൂറായിരിക്കും ഈ സെഷൻ നീണ്ടു നിൽക്കുക. 11:00 പരിപാടികൾ തുടക്കമാവും. 12-ന് തന്നെ ബ്യൂട്ടി കോൺടെസ്റ്റിന്റെ ആദ്യത്തെ റൗണ്ട് നടക്കും. ഇതിനൊരു മാറ്റവും ഉണ്ടാവില്ല. കാരണം രാത്രി 9 മണി വരെ പരിപാടി നീളുന്നത് കൊണ്ട് തന്നെ ഫൈനൽ റൗണ്ട് അടക്കം 3 റൗണ്ടുകൾ മിസ് കേരളയ്ക്കും മിസ്സിസ് കേരളയ്ക്കും ഉള്ളത് കൊണ്ട് തന്നെ അനേകം സ്കൂളുകളുടെ ദൃശ്യഭംഗിയാർന്ന നൃത്തങ്ങൾ അവതരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇടവേളയില്ലാതെ ആയിരിക്കും പരിപാടി മുമ്പോട്ട് പോവുക. അതുകൊണ്ട് രാവിലെ തന്നെ പരിപാടിയിൽ പങ്കെടുക്കാൻ എല്ലാവരും ശ്രമിക്കുക. ലെസ്റ്ററിൽ നിന്ന് ലാസ്യ കലാകേന്ദ്രയുടെ കണ്ണകി, നൃത്യതി സ്കൂൾ ഓഫ് ഡാൻസിന്റെ കൃഷ്ണലീല, ഡെർബിയിൽ നിന്ന് അഞ്ജലി സ്കൂൾ ഓഫ് ഡാൻസിന്റെ ഗാന്ധാരി, സരിത സ്കൂൾ ഓഫ് ഡാൻസിന്റെ മയിൽ, രേഷ്മ സ്കൂൾ ഓഫ് ഡാൻസിന്റെ കാളി, ജിത ഡാൻസിന്റെ ശ്രീശക്തി, മിൽട്ടൺ കീഴ്സിലെ അകനയായി അവതരിപ്പിക്കുന്ന വിസ്പെയർ ഓഫ് ഡ്രീംസ്, മാഞ്ചസ്റ്റർ സൽത്തറ ഡാൻസ് സ്കൂളിന്റെ പമ്പ ഗണപതി, കലാഭവൻ നൈസ് എത്തിക്കുന്ന ഡ്രീം യുകെയുടെ കിടിരൻ ബോളിവുഡ് നൃത്തങ്ങൾ, ഗ്രിംസ്ബി, ഹൾസ്, കന്തോർപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കേരളീയ കലകളുടെ സംഗമവും, ബ്രിട്ടീഷ് മലയാളി ചരിത്രം പറയുന്ന സ്വാഗത നൃത്തം, 20 സുന്ദരിമാരെത്തുന്ന സൗന്ദര്യ മത്സരത്തിൽ കാടിന്റെ വന്യത വെളിപ്പെടുത്തുന്ന വൈൽഡ് ബ്യൂട്ടി റൗണ്ട്, മലയാള സ്ത്രീകളുടെ സൗന്ദര്യം സിനിമയിൽ ഒരു പൊട്ടിലൂടെ കലാവിരുന്നാക്കിയ ഭരതന്റെ 10 നായികമാർ തുടങ്ങിയ അനേകം ദൃശ്യഭംഗിയാർന്ന കലാപരിപാടികൾ, അതിമനോഹരമായ ലൈറ്റും സൗണ്ടും അണിയിച്ചൊരുക്കുന്നതും അതിവിദഗ്ധർ. നിങ്ങൾക്കൊരിക്കലും ബോറടിക്കാത്ത മനോഹരമായ പരിപാടിയാണ്. ഈ പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത് സ്പോൺസർമാരാണ്.
പതിവ് പോലെ 3 സ്പോൺസർമാരാണ് ഇക്കുറിയും പ്രധാനമായുള്ളത്. ഇൻട്രസ്റ്റ് മോർഗേജ് രംഗത്തെ അതികായന്മാരായ ലൈഫ് ലൈനാണ് പ്രധാന സ്പോൺസർ. UK സ്റ്റുഡൻസ് റിക്രൂട്ട്മെന്റിലെ പ്രസിദ്ധി നേടിയ ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് രണ്ടാമത്തെ സ്പോൺസർ. ഞങ്ങളുടെ ട്രാവൽ പാർട്ട്ണർ സാന്താ മോണിക്ക ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ്. സാന്താ മോണിക്കയാണ് വിശിഷ്ടാതിഥികളുടെ വിസ പ്രോസസ്സിംഗ് നടത്തിയതും അവരുടെ എല്ലാം ടിക്കറ്റ് എടുത്തു നൽകിയതും. ഈ മനോഹരമായ പരിപാടിയിൽ മുഴുവൻ സമയവും ഞാനുണ്ടാവും. എന്നെ കാണാനും സംസാരിക്കാനും ആഗ്രഹിക്കുന്നവർക്കും അവിടെ എത്താൻ കഴിയും. അഡ്വക്കേറ്റ് ജയശങ്കറിനോടും നന്ദുവിനോടുമൊക്കെ സംസാരിക്കാനും ഫോട്ടോ എടുക്കാനും അവസരമുണ്ടാവും. എല്ലാവരെയും ജൂലൈ 18 ശനിയാഴ്ച നടക്കുന്ന ഈ മനോഹരമായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.